ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടൂറിസ്റ്റ് വില്ലയിൽ എത്തിയ ശ്യാമക്കും രോഹിത്തിനും പ്രത്യേകിച്ചൊരു ഇളക്കമൊന്നും കാണാനില്ല കേട്ടോ. ഇത് കാണുന്ന വിഷ്ണു ചോദിക്കും, അല്ലാടാ ശ്യാമേ, രോഹിത്തെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ എന്ത് കാണാനാണ് വന്നത് എന്നാ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശ്യാമക്ക് കാര്യങ്ങൾ പിടികെട്ടി. വാ രോഹിത്ത് എന്ന് പറഞ്ഞ് കൈകൾ അങ്ങ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം അവർക്കിടയിൽ ഇനി സല്ലാപം തുടങ്ങി. ഇനി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് ഷാലിയെയും കൊണ്ടുപോവാണ്. ഈ സമയം സുസ്മിതയാണെങ്കിലോ കാറിൽ വന്നിറങ്ങിയിരിക്കുന്നു. അങ്ങനെ സുസ്മിത ശ്യാമയെയും രോഹിത്തിനെയും തിരക്കി ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിലോ ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്ന സുസ്മിത കാണാണ്. ഈ സമയം ശ്യാമ പറയുന്നത്, ഞാൻ അയാളെ ഒരേ പ്രാവശ്യം ദീപകിനെ കണ്ടിട്ടുള്ളൂ. ഒരു നോട്ടം കൊണ്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള പ്രണയം അയാൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അയാളുടെ ഉള്ളിലുള്ള പ്രണയം ഞാനും മനസ്സിലാക്കി. അത്രയും മനസ്സുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. രാത്രിയിൽ അമ്പിളിമാമനെ നോക്കി എന്തൊക്കെ പറയുന്നോ അതുപോലെ ഞാൻ പറയുന്നതെല്ലാം ദീപകിന് കേൾക്കായിരുന്നു. ദീപക് പറയുന്നതെല്ലാം എനിക്ക് കേൾക്കായിരുന്നു. ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ മനസ്സ് മനസ്സിലാക്കി അയാൾ എൻ്റെ വീട്ടിലോട്ട് എന്നെയും ചോദിച്ചു വന്നു. എന്നെ വിവാഹം വരെ എത്തിച്ചു. പക്ഷേ രോഹിത്ത്, നീ ആള് ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ചെയ്തത് എന്നോട് ചതിയല്ലേ? ശ്യാമേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് രോഹിത്ത് പറയുമ്പോൾ, ഇല്ല, നിന്റെ വാക്കുകൾ എനിക്ക് കേൾക്കണ്ട, നീ ചെയ്തത് ഫ്രോഡല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ആഹാ എന്താണ് ഈ കാണുന്നത്? എനിക്ക് കിട്ടേണ്ടത് കിട്ടി. തൻ്റെ മൊബൈൽ എടുത്ത് അങ്ങ് പകർത്താണ് കേട്ടോ. പിന്നീട് രോഹിത്ത് പറയുന്നുണ്ട്, ശ്യാമേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇല്ല, കേൾക്കണ്ട. നീ അന്ന് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഹോട്ടലിൽ പോയപ്പോൾ അന്ന് ആ ലൈം ജ്യൂസ് കൊടുത്തപ്പോൾ അതിൽ നീ എനിക്ക് ഉറക്കിക്കെടുക്കാനുള്ള എന്തോ ഒരു മയക്കുപൊടി നീ എനിക്ക് തന്നു. അത് നീയാണല്ലോ അന്ന് അവിടുത്തെ സ്റ്റാർ. ആ ഹോട്ടലിലെ എല്ലാ നിയന്ത്രണങ്ങളും നീയാണല്ലോ നടത്തിയിരുന്നത്. നീ പറഞ്ഞതുപോലെയാണ് സപ്ലൈ ബോയ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നു. അതവിടെ നടന്നു. അങ്ങനെ നീ എന്നെ ഉറക്കിക്കെടുത്തി സപ്ലൈ ബോയെ വെച്ച് നീ എൻ്റെ കൂടെ കെടുക്കുകയും ചെയ്തു. പിന്നീട് നീ ആ സപ്ലൈ ബോയെ വെച്ച് തന്നെ ഒരു വീഡിയോ അങ്ങ് എടുക്കുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ വിവാഹം വരെ നീ എത്താൻ വേണ്ടി കാത്തിരുന്നു. നിന്റെ ഉള്ളിലുള്ള എന്നോടുള്ള പ്രണയം ആ കള്ളക്കുറുക്കൻ നീ ഉള്ളിൽ വെച്ച് എന്നെ കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവം നീ ആരും അറിയാത്തതുപോലെ മുമ്പ് എന്നെ വിവാഹം കഴിക്കാൻ നീ മനസ്സിൽ ആലോചിച്ച് വെച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ആഹാ എന്ത് രസം, എന്ത് രസം, ഈശ്വരൻ എനിക്ക് നല്ലൊരു സീൻ തന്നെ ഇവരെ കാണിച്ചു തന്നു. ഇത് സത്യഭാമക്ക് മുന്നിൽ അങ്ങ് വിട്ടുകൊടുത്താൽ പൊട്ടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വാക്കുകൾ സുസ്മിത പറയുന്നു. സുസ്മിത വീഡിയോ എടുക്കുന്നു കേട്ടോ. അങ്ങനെ ശ്യാമ പറയുന്നുണ്ട്, രോഹിത്ത്, നീ അന്ന് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണ്. നിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം നീ ആരോടും പറയാതെ നീ എന്നെ വിവാഹം വരെ അങ്ങ് എത്തിച്ചു. എൻ്റെ സമ്മതം പോലെയും ഇല്ലാതെ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നൊക്കെ പറയുമ്പോഴും രോഹിത്ത് പറയും, ഒന്നും അറിയാത്തതുപോലെ, രോഹിത്ത്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനാ ശ്യാമ ഇങ്ങനെയൊക്കെ പറയുന്നത്? മിണ്ടരുത്, നിങ്ങളൊരു കള്ളക്കുറുക്കനാണ്. ആരും അറിയാത്ത നിങ്ങളുടെ ഉള്ളിലുള്ള ആ പ്രണയം നിങ്ങൾ വിവാഹത്തിലൂടെ എന്നെ അങ്ങ് സ്വന്തമാക്കി എന്ന് പറയാനായിട്ടോ. അത് കേൾക്കുന്ന രോഹിത്ത് പറയും, എന്തിനു വേണ്ടി ശ്യാമ? ഇപ്പോൾ ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും ശ്യാമ എന്ത് ചെയ്യും? രോഹിത്തിൻ്റെ കൊല്ലിക്ക് അങ്ങ് കയറി പിടിക്കണം. ഷർട്ടിൽ അങ്ങ് കൊത്തിപ്പിടിച്ച് ഒരൊറ്റ ഉന്തങ്ങ് ഉന്താണ്. അതും സുസ്മിത തൻ്റെ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നു. എന്തൊരു സുഖം, എന്തൊരു ആനന്ദം. സുസ്മിതയ്ക്ക് ഇതിൽ പരം ഒന്നുമില്ല. അങ്ങനെ ആ വീഡിയോ ഒക്കെ സുസ്മിത പകർത്താണ് കേട്ടോ. എന്നാൽ ശ്യാമ വിട്ടുകൊടുക്കുന്നില്ല. രോഹിത്തിൻ്റെ കഴുത്തിനങ്ങ് പിടിച്ചിട്ട്, നിങ്ങൾ എന്നെ ചതിച്ചതല്ലേ? ഞാനും ദീപക്കും സ്വപ്നം കണ്ട ആ ജീവിതത്തിലോട്ട് പോവാൻ നിങ്ങൾ എന്നെ സമ്മതം നൽകാതെ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും കപടനാടകം കളിച്ചും കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞേച്ചിയെയും എൻ്റെ വിഷ്ണുവേട്ടനെയും പറ്റിച്ച് ഓരോന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ ആ ഒരു താലി കെട്ടിയതും അതുപോലെ തന്നെ ആ ഹോട്ടൽ റൂമിൽ ലൈം ജ്യൂസിൽ മയക്കുപൊടി തന്ന് എന്നെ ഉറക്കിക്കെടുത്തിയതും എൻ്റെ കൂടെ കിടന്നതും ഒക്കെ ഞാൻ സത്യാമ്മയോട് പറയാൻ പോവുക. അതിൽ എൻ്റെ കുഞ്ഞേച്ചിയുടെ ആണെങ്കിലും അതുപോലെ എൻ്റെ വിഷ്ണുവേട്ടൻ്റെയാണ് ജീവിതം തകരുകയാണെങ്കിൽ അങ്ങ് തകരട്ടെ. എനിക്കൊന്നും നോക്കാനില്ല. എൻ്റെ ജീവിതം തകർത്ത് മറ്റുള്ളവരാരും അങ്ങനെ നന്നായി ജീവിക്കണ്ട. ശ്യാമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കേ. ഇല്ല, എനിക്കൊന്നും കേൾക്കാനില്ല. ഇനി ഇതിൻ്റെ പേര് നിങ്ങൾ എൻ്റെ കുഞ്ഞേച്ചി, അതായത് എൻ്റെ ശാലിനി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എന്നെ നിങ്ങൾക്ക് വേണമെന്ന് അവരോട് ചോദിക്കാനുള്ള ആ മടി കൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു പണി എന്നോട് ചെയ്തത്? എന്തിനു വേണ്ടി ചതി ചെയ്താലും ശരി, ഈ ശ്യാമ പുറത്തു തരാൻ തയ്യാറല്ല. ആർക്ക് വേണ്ടി നിങ്ങൾ ചെയ്താലും ഈ ശ്യാമ ഇനി പൊറുക്കില്ല. ഈ ശ്യാമ ഇനി സത്യഭാമക്ക് മുന്നിൽ എല്ലാം തുറന്ന് പറയാൻ പോവാ. മതി നിങ്ങളുമായുള്ള ജീവിതം എന്നൊക്കെ പറയുമ്പോഴും രോഹിത്ത് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ ശ്യാമ, ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ഉൾക്കൊള്ളാൻ ശ്യാമക്ക് കഴിയുന്നില്ല. ശ്യാമ ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുസ്മിതയാണെങ്കിലും പൊട്ടിച്ചിരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയൊരു രസകരമായ
രസകരമായ ഒരു സീൻ തൻ്റെ മൊബൈലിൽ പകർത്താൻ ഇനി ഒരിക്കലും കഴിയില്ല എന്ന ആ ഒരു ഇതോടുകൂടി സുസ്മിത അതൊക്കെ പകർത്താണ് കേട്ടോ. ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ എടോ അവർക്കിടയിലുള്ള ഈ കീരിയും പാമ്പും കളിയാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവർക്കിടയിൽ എന്താ സംഭവിക്കുക, എന്ത് സംഭവിക്കാൻ എന്ന് ശാലിനി തമാശ രൂപത്തിൽ ചോദിക്കാൻ കേട്ടോ. എടോ അവർക്കിടയിൽ അതൊക്കെ കഴിഞ്ഞാൽ അവർ നല്ല മനസ്സോട് ഒരുമിച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? അവൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവൾ അവനോട് ചോദിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്ത് ഐസ്ക്രീമോ? എടോ നീ എന്നെ പ്രാന്താക്കരുതട്ടാ. ഇങ്ങനെയാടോ ഒരു പ്രണയിക്കുന്ന ആൾക്കാർ ഐസ്ക്രീമൊക്കെ ചോദിക്കുക? അല്ല, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഈ വില്ലയിലും ഈ ടൂറിസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയോട് ഐസ്ക്രീമാണ് ചോദിക്കാറ്. ഷാലിനി ഇനി നിൻ്റെ ഈ കളി നിർത്തിട്ടോ. അപ്പോഴേക്കും വിഷ്ണുവിനെ ദേഷ്യം പിടിക്കുന്നത്. എന്നാൽ ഷാലിനി അതൊക്കെ ഒരു രസകരമായി തന്നെ കാണുന്നു. അപ്പോഴേക്കും അവിടെ ഇവിടെ 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 ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷാലിനിക്ക് മുന്നിൽ ഇങ്ങനെ വിഷ്ണു കവിള് നീട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ നാക്ക് കൊണ്ടാണ് ഈ കവിള് ഇങ്ങനെ നീട്ടിക്കൊടുത്ത് ഇവിടെ ഒരു ഉമ്മ തരും, ഇവിടെ ഒരു ഉമ്മ തരും എന്നുള്ള അർത്ഥത്തിലാണ് വിഷ്ണു കാണിക്കുന്നത്. അപ്പോൾ അതിന് പോകുന്ന ഒരാൾ പറയാണ്, എനിക്ക് മനസ്സിലായി തനിക്ക് പല്ലുവേദനയാണ് അല്ലേ, എന്നാൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക, അതല്ലെങ്കിൽ ഉമ്മിക്കരി ഉപ്പും കൂടി ഇട്ട് തേച്ചാൽ പല്ലുവേദന പമ്പ കിടക്കുമെന്ന് പറയുമ്പോൾ ഷാലിനി അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. ഇത് കാണുന്ന വിഷ്ണുവിന് ദേഷ്യം പിടിക്കാണ്. വിഷ്ണു പറയും, നീ എന്നെ കളിയാക്കുകയാണല്ലേ, നീ എന്നെ കളിയാക്കി ചിരിക്കുകയാണല്ലേ. വിഷ്ണുവേട്ടനെ ഞാൻ കളിയാക്കിയതല്ല, അയാൾ പറഞ്ഞ വാക്കേട്ട് ചിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിഷ്ണു അങ്ങ് ദേഷ്യം പിടിച്ച്, എന്നോട് സംസാരിക്കാൻ ഞാനില്ല, നീ എന്നെ കളിയാക്കിയതാണ് അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ. ഇതേ സമയം രോഹിത് ചോദിക്കുന്നുണ്ട്, ശ്യാമ എടുത്തു ചാടി നീ ഓരോന്ന് ചെയ്യല്ലേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഒരു തരത്തിലും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, നിന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല, നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എന്നെ പ്രണയിച്ചിട്ടില്ല എന്ന് പറയണ്ട, അത് നിങ്ങൾ കള്ളാണ് പറഞ്ഞത്. അന്ന് സത്യാമ്മ ചോദിച്ചല്ലോ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ നീ ശ്യാമയെ പ്രണയിക്കുന്നുണ്ടോന്ന്. ആ ഒരു ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ എന്ത് മറുപടിയാണ് സത്യാമ്മക്ക് കൊടുത്തത്? അതിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി. നിങ്ങൾ എന്നോടുള്ള പ്രണയം ഉള്ളിൽ വെച്ച് എൻ്റെ ശാലിനിയേച്ചിയോട് പറയാൻ മടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കുബുദ്ധി കാണിച്ച് ഈ ഒരു കള്ളക്കുറുക്കൻ്റെ നാടകവും അഭിനയിച്ച് എൻ്റെ വിവാഹ കെട്ട് വരെ നിങ്ങൾ ഇരുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ രോഹിത് കെഞ്ചുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത്തിനെ തല്ലുന്നതും കഴുത്തി പിടിക്കുന്നതൊക്കെ സുസ്മിത വീഡിയോ എടുക്കുകയാണ്. അപ്പോഴേക്കും ഷാലിനി അവിടെ നിന്നും വിഷ്ണുവിനെ എന്നോട് സംസാരിക്കാൻ വരിക കേട്ടോ. അങ്ങനെ വിഷ്ണുവിനോട് പറയാണ്, എന്താ വിഷ്ണുവേട്ടാ ഇങ്ങനെ പിണങ്ങി പോലെ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രണയിക്കുന്നവർ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവരെന്താ ചോദിക്കുക ചെന്നോ, ഉമ്മയാണ് ചോദിക്കുക. നീ ഒരു പണി ചെയ്തേക്ക്, കണ്ണടച്ച് ഞാൻ നിൽക്കാൻ, നീ എനിക്ക് ഉമ്മ താ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി വിഷ്ണുവേട്ട കണ്ണടച്ച് നിൽക്കുക എന്ന് പറയണേ. അങ്ങനെ വിഷ്ണു ഒരു മരക്കൊമ്പിൽ കൈയൊക്കെ പിടിച്ച് കണ്ണിങ്ങനെ അടച്ച് നിൽക്കണം. അപ്പോൾ ഷാലിനി പറയുന്നത് കൈ നീട്ടിക്കേ എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ കൈ വേണ്ടോ, കവിള് മതിയോടോ, കവിളത്ത് ഇവിടെയൊക്കെ അങ്ങ് വെച്ചോ, അല്ലെങ്കിൽ വേണ്ട കയ്യിൽ തന്നെ വെച്ചോ, കൈൻ്റെ ഉള്ളിലും പുറത്തൊക്കെ അങ്ങ് വെച്ചോ, എന്നാൽ വിഷ്ണുവേട്ടൻ കണ്ണടക്കണോ? കണ്ണടക്ക്. അപ്പോൾ വിഷ്ണു കണ്ണടച്ചു കേട്ടോ. അങ്ങനെ വിഷ്ണു കൈ ഇങ്ങനെ നീട്ടി നിൽക്കുകയാണ്. ഈ സമയം ഷാലിനി അവിടെ നിന്നും അങ്ങ് പോവുകയാണ്. പിന്നീട് അതുവഴി വരുന്ന ഒരാൾ ഇവൻ കണ്ണ് ഇല്ലാത്തവനാണ്, അന്ധനാണെന്ന് കരുതിയിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ ഇങ്ങനെ പൈസ വെച്ച് കൊടുക്കണം കേട്ടോ. ആ സമയം വിഷ്ണു പറയുന്നുണ്ട്, എനിക്ക് കയ്യിൽ തന്നേക്ക്, പുറത്തും തന്നോ, എൻ്റെ കവിളിൽ തന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ പാവം കണ്ണ് കാണാത്തവനായതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നത്. എന്തായാലും പാർക്കിലൊക്കെ ഇങ്ങോട്ടൊക്കെ കടത്തി വിടുമോ ഇങ്ങനെയുള്ള ഭിക്ഷക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ 5 രൂപ വെച്ച് കൊടുക്കുന്നത്. ആ 5 രൂപ വെച്ച് കൊടുക്കുന്നതിനോട് കൂടി വിഷ്ണു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മുന്നിൽ ശാലിനി ഇല്ല, വേറൊരാളായിരിക്കും. അയ്യേ ഇത് എന്താ ഇത് എന്ന് പറയണത്. ഈ ശാലിനി എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത്, ഈ ശാലിനി എങ്ങോട്ടാ പോയത്, ശാലിനിയുടെ ഒരു വിവരമില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു തിരക്കാണ്. എന്നാൽ ഈ സമയം ശാലിനി ആണെങ്കിലോ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും അടുത്തെത്തിയിരിക്കുന്നു. അപ്പോഴാണ് അവിടെ സുസ്മിത ബാക്കിൽ നിൽക്കുന്ന ശാലിനി കാണുന്നത് കേട്ടോ. അങ്ങനെ സുസ്മിത എനിക്കിത് മതി, ഇത്രയും മതി എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് തിരിയുമ്പോൾ കാണുന്ന കാഴ്ച ശാലിനിയായിരിക്കും. ശാലിനിയെ കണ്ട സുസ്മിത അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ എന്താടി നീ ഇവിടെ എന്ന് പറയുമ്പോൾ, അതെന്താ നിൻ്റെ ആരുടെയെങ്കിലും സ്വത്താണ് ഇത് ആർക്കും കയറി വരാനുള്ള പാർക്കാണ്, എവിടെ ആർക്ക് വേണമെങ്കിലും കയറി വരാം, അതിന് നിൻ്റെ അവകാശമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, എന്താടി നീ ഇവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്, എന്താ നീ അങ്ങോട്ടേക്ക് നോക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ എന്തായാലും ഈ പാർക്കിൽ കുറച്ച് കാറ്റ് കൊള്ളാൻ ഐസ്ക്രീം കഴിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ യാദൃശികമായിട്ടാണെങ്കിലും എനിക്ക് എങ്ങനെ ഒരു സംഭവം കാണാൻ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കയ്യിൽ വലിയൊരു ബോംബാണ് കിട്ടിയിരിക്കുന്നത്, അത് ഞാൻ പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് പോയിട്ടോ. ഈ സമയം ശാലിനിയെ കാണാൻ. അപ്പോഴേക്കും ശ്യാമ പറയണത്, എൻ്റെ കുഞ്ഞേച്ചി വരുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, നിങ്ങൾ എൻ്റെ കുഞ്ഞേച്ചിയോടോ വിഷ്ണുവേട്ടനോടോ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ കായലാണ് കാണുന്നത്, ആ കായലിലോട്ട് ഒറ്റ ചാട്ടം, പിന്നീട് നിങ്ങൾ എന്നെ കാണില്ല എന്ന് പറയുമ്പോൾ രോഹിത് പാവം നിസ്സഹായനായി ദയനീയമായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ പറഞ്ഞിട്ടും തന്നെ ഉപദ്രവിച്ചിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ശ്യാമയെ രോഹിത് വേദനിപ്പിക്കുന്നില്ല. അപ്പോഴേക്കും ശാലിനി അങ്ങ് ഓടി വരികയാണ്. എന്നിട്ട് ശാലിനി പറയും, എന്താണ് നിങ്ങളിവിടെ കാണിക്കുന്നത്, അവൾ നിൽക്കുന്നത് കണ്ടില്ലേ എന്ത് എന്ന് അപ്പോഴേക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്യാമ. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്കും
അപ്പോഴേക്കും വിഷ്ണു ഡി ശാലിനി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കണം കേട്ടോ. അങ്ങനെ ശാലിനി തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ വിഷ്ണു നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞു. നീ എന്ത് പണിയാണ് കാണിച്ചത്, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് 5 രൂപ അങ്ങ് നീട്ടിക്കൊടുക്കുമ്പോൾ ഇത് എന്താ വിഷ്ണു ഏട്ടാ, അപ്പോൾ ഇത് ഒരാൾ എനിക്ക് തന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറയും ദേ വിഷ്ണു ഏട്ടാ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവൾ വന്നിട്ടുണ്ട്, ആര് അവളുടെ കൈ വലിയൊരു ബോംബ് കിട്ടിയിട്ടുണ്ടെന്ന് അവൾ പറയുന്നത് എന്താ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആര് വന്നിരിക്കുന്നു എന്നാ പറയുന്നത്, അതാ സുസ്മിതയില്ലേ എന്ന് പറയാണ്. അങ്ങനെ നമുക്കിനി പോവാം, ഇവിടെ നിൽക്കുന്നത് ആപത്താണ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട് എന്തായാലും അവളെ പിടിക്കണം, അവളുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് അവൾ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ വാ നമുക്ക് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ചായ വെള്ളം കുടിച്ച് പോവാ എന്ന് പറയാണ്. ഇതേ സമയം ശ്യാമയാണെങ്കിലും രോഹിത്തിനോട് പറയുന്നുണ്ട് നിങ്ങളെൻ്റെ കുഞ്ഞേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും, മുന്നിൽ കാണുന്ന കാലെടുത്ത് ചാടും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടി നിങ്ങളുടെ പ്രണയം അങ്ങ് നിന്നോളും എന്ന് പറയാണ്. അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ടേക്ക് വരിക, വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇനി ഒരു ഗ്ലാസ് ചായ കുടിച്ച് അങ്ങ് പോവാമെന്ന് പറയുമ്പോൾ അവിടെ രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതേ സമയം ശ്യാമ പറയാം അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നീ ഇങ്ങ് വാടി എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ. എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലോ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ അമ്മയോട് പറയാണ് അമ്മേ എനിക്ക് പ്രധാന തെളിവ് തന്നെ കിട്ടിയിരിക്കുന്നു, ഇനി അവളെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള ആ തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സരളക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ, നീ എൻ്റെ മോള് തന്നെ എന്നൊക്കെ പറയാണ്. അപ്പോഴായിരിക്കും ശാലിനിയും വിഷ്ണു ആ ഭാഗത്തോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ശാലിനി അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ശാലിനി ഇവളെ കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം നമുക്ക് പോവാം എന്ന് പറയെങ്കിലും കൂടിയിട്ട് വിഷ്ണു ഇവിടെ ഇരിക്കുമെന്ന് പറയാണ്. ഉടൻ തന്നെ ശാലിനി നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇവിടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വന്നിരിക്കും, അതിന് നിനക്കെന്താ എന്ന് തിരിച്ച് സുസ്മിതയോട് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുസ്മിത അറിഞ്ഞും കൊണ്ട് തന്നെ കളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. രോഹിത്ത് ഞാനും നീയും ഒരു കാലത്ത് ഭാര്യ ഭർത്താവായിരുന്നു, അന്ന് ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു, നീ എന്നെയും പ്രണയിച്ചിരുന്നു, ഇപ്പോൾ നിന്നോട് എനിക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു കണ്ടുമുട്ടിയ സ്ഥിതിക്ക് ഒരു കൈ തരാം എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ വിഷ്ണു കണ്ണുകൊണ്ട് രോഹിത്തിനോട് പറയാണ് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശാമ്പക്ക് അതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, അയാൾ ആർക്ക് കൈ കൊടുത്താലും എനിക്ക് അത് പ്രശ്നമില്ല എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ രോഹിത് എന്തായാലും വേണ്ടില്ല എന്ന് കരുതി സുസ്മിതക്ക് അങ്ങ് കൈ കൊടുക്കുമ്പോൾ സുസ്മിത വല്ലാതെ അങ്ങ് കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ശ്യാമ ശ്രദ്ധിക്കുന്നില്ല. ഇതേ സമയം സുസ്മിത ശ്യാമേ നീ എൻ്റെ രോഹിത്തിനെ സ്വന്തമാക്കിയെങ്കിലും കൂടി നിനക്കും ഞാനൊരു കൈ തരാമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ശ്യാമ കൈ കൊടുക്കാൻ ഒരുങ്ങില്ല. അപ്പോൾ സുസ്മിത എന്ത് ചെയ്യും, കൈ അങ്ങ് കയറി പിടിച്ച് കൈ അങ്ങ് ഇതാക്കാൻ കേട്ടോ. ഇത് കാണുന്ന ശാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് മര്യാദക്ക് നീ എൻ്റെ മുന്നിൽ എഴുന്നേറ്റ് പോകുന്നുണ്ടടി, നീ എന്താടി എവിടെ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ നിന്നെ ആ കാലിൽ ഞാൻ തള്ളി താഴെ ഇടും എന്ന് പറയുമ്പോൾ അവിടെ വിഷ്ണു ചോദിക്കുകയാണ് എന്താണ് ശാലിനി എന്ന് ചോദിച്ചു. ഉടനെ സുസ്മിത പറയണേ ശാലിനിയോട് പറയാണ് രോഹിത്തും ശ്യാമയും കൂടി യാതൊരു ചേർച്ചയില്ല, യാതൊരു മനപ്പൊരുത്തവും ഇല്ല എന്നൊക്കെയാണ് എന്നോട് പറയുന്നത് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. ഇനി നാളത്തെ കിടിലൻ സീനാണ് കേട്ടോ. കുറച്ച് ഭാഗം ഇന്ന് ഞാൻ രാവിലത്തെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്.